ഈ ഹോട്ടലാണ് നമ്മുടെ യാത്ര. എൻ്റെ കൂടെ നാസിമും കൂടെ ഉണ്ട്. ഇതറിയാലോ, ബജാജിൻ്റെ ഗുക്സ് വണ്ടി, പുതിയ മോഡൽ വണ്ടിയാണ്, കുളപ്പം വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമുക്ക് എറണാകുളം യാത്ര. എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് എറണാകുളം വരെ പോകാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നാസിമിനും കൂടെ കിട്ടിയത് വലിയൊരു ആശ്വാസം. നാസിമിന് ഇപ്പോൾ കടയിലോട്ട് പോയിരിക്കുകയാണ്. കടയിൽ ഇപ്പോൾ വരട്ടെ എന്തായാലും. കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, പമ്പ് നോക്കാൻ പറ്റിയില്ല. ഇനി വരുന്ന ഫസ്റ്റ് പമ്പ് കയറ്റി പിടിച്ചോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കരുനാഗപ്പള്ളി പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ അടുത്ത ഓട്ടം ആയിട്ടുണ്ട്. അടുത്ത ഓട്ടം എന്ന് പറഞ്ഞാൽ എറണാകുളം പോകുന്നത് നമ്മുടെ കമ്പനി വണ്ടിയിലല്ല, ചെറിയ 3 വീല് ഓട്ടോറിക്ഷ. അതേത് ഓട്ടോറിക്ഷയാണെന്ന് ഞാൻ അവിടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നേരെ വണ്ടി കിടക്കുന്നതിന് അങ്ങോട്ട് പോകാം. വണ്ടിയിൽ ലോഡ് കയറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഓട്ടോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഓട്ടോയിലാണ് നമ്മുടെ യാത്ര. എൻ്റെ കൂടെ നാസിമും കൂടെ ഉണ്ട്. ഇതറിയാലോ, ബജാജിൻ്റെ ഗുക്സ് വണ്ടി, പുതിയ മോഡൽ വണ്ടിയാണ്, കുളപ്പം വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമുക്ക് എറണാകുളം യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഓട്ടോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഓട്ടോയിലാണ് നമ്മുടെ യാത്ര. എൻ്റെ കൂടെ നാസിമും കൂടെ ഉണ്ട്. ഇതറിയാലോ, ബജാജിൻ്റെ ഗുക്സ് വണ്ടി, പുതിയ മോഡൽ വണ്ടിയാണ്, കുളപ്പം വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമുക്ക് എറണാകുളം യാത്ര ചെയ്യുന്നത്. നമുക്ക് എറണാകുളം കൊണ്ടുപോകേണ്ട ഈ സാധനമാണ് അലമാരി, കൂളർ, പിന്നെ കുറച്ച് പാത്രങ്ങൾ. ഇത്ര മാത്രമേ ഉള്ളൂ. വണ്ടി ഫ്രീ. വണ്ടി കിടിക്കാച്ചി വണ്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വൈബ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് നാസിമ് വണ്ടി ഓടിക്കും. ഇത് നാസിമിൻ്റെ വണ്ടി തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് എറണാകുളം വരെ പോകാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നാസിമിനും കൂടെ കിട്ടിയത് വലിയൊരു ആശ്വാസം. നാസിമിന് ഇപ്പോൾ കടയിലോട്ട് പോയിരിക്കുകയാണ്. കടയിൽ ഇപ്പോൾ വരട്ടെ എന്തായാലും. വണ്ടി നാസിമിൻ്റെ വണ്ടിയാണ്. കിടുക്കാച്ചി വണ്ടിയാണ്. സൂപ്പർ. ഓടിച്ചിട്ടൊക്കെ നല്ല സുഖമുണ്ട് വണ്ടി. നമുക്കിനി ഇവിടെ നേരെ എറണാകുളം പോകണം. അപ്പോൾ പുള്ളി വെള്ളം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുക. പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്ട യാത്ര. അടിപൊളിയായിട്ട് പോകുന്നു. നാസിം ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഇപ്പം എടുത്തിട്ട് ഇപ്പം എത്ര നാളായി? വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് എത്ര നാളായി? ഇപ്പോൾ 8 മാസമല്ലേ? വണ്ടി ഓടിച്ചിട്ട് പിന്നെ ആ ചെറിയൊരു വലിവിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? ഇടയ്ക്ക് വലിവ് കുറയുന്ന പോലെ അല്ലേ? അത് കമ്പനി പറയുന്ന ഓടി വരുമ്പോൾ റെഡിയാകുന്നതല്ലേ പറയുന്നത്? അടവല്ലേ? അടവ് എത്ര വെച്ച് അടക്കുന്നുണ്ട് ഇപ്പം? 10 വെച്ച് അടക്കുന്നുണ്ടല്ലേ? അപ്പൊ ആദ്യം എത്ര കൊടുത്തായിരുന്നു? ആദ്യം 50 കൊടുത്തല്ലേ, പിന്നെ 10 അല്ലേ? പാച്ച് വർക്കൊക്കെ എവിടെ ചെയ്തല്ല? നമ്മുടെ പുറകിലെ പാച്ച് വർക്കൊക്കെ മായിന്റെ അവിടെ അല്ലേ? ഈ അകത്തെ വർക്കൊക്കെ ആരുടെ കരാവരുത് ഇതൊക്കെ? റേറ്റ് ബോക്സ് സാധനമൊക്കെ ആര് സെറ്റ് ചെയ്തെന്ന് തന്നെ തന്നെ ചെയ്തതാണ്. അടിപൊളി. എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതേക്കെ പറഞ്ഞോണ്ടിരുന്നില്ലേ, പമ്പ് നോക്കാൻ പറ്റിയില്ല. ഇനി വരുന്ന ഫസ്റ്റ് പമ്പ് കയറ്റി പിടിച്ചോ. നമ്മൾ ഏകദേശം അരൂര് എത്താറായല്ലേ? അരൂരിന്ന് റൈറ്റ്. റോഡ് പോയിക്കോ. ഏറ്റവും ഇറങ്ങുമോ. നാസിം ഇതിനു മുമ്പ് വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഇതിന്റെ ഈ സെയിം കമ്പനീന്റെ തന്നെ പഴയ മോഡലല്ലായിരുന്ന? അതും ഈ വണ്ടിയായിട്ട് ഓടിക്കുമ്പോഴുള്ള വ്യത്യാസം എന്തോ തോന്നുന്ന? കുറച്ച് ബെറ്റർ വണ്ടി. മറ്റേ വണ്ടിയാ പഴയ മോഡലാ. അതിന് ഫസ്റ്റ് വലിവ് നല്ല കിട്ടുന്നുണ്ട് ലോഡ് വെച്ചിട്ട്. ഇതിന് ഫസ്റ്റ് വലിവ് ലോഡ് വെച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? അത് ഈ വണ്ടി ഇപ്പൊ തന്റെ വണ്ടി കയ്യിരിക്കുന്ന വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയല്ലേ വരുന്നത്. കമ്പനി അങ്ങനെ തരുന്നതാ. മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെ തരുന്നതാ. ഇപ്പൊ എന്താണ് ഈ പുതിയ മാർക്കറ്റിൽ നമുക്ക് അതില് വേറെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ബുക്സ് വണ്ടി. എന്നിട്ട് എന്താ ഇത് തന്നെ എടുത്തത്? മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ നമ്മളാ. എന്നിട്ട് ഈ വണ്ടീനെ എടുത്തെന്താ ബജാജിന്റെ? അല്ലേ? മറ്റേത് ആപ്പയൊക്കെ ആകുമ്പോ ലോഡ് കയറ്റി കഴിയുമ്പോ വണ്ടി പൊങ്ങുന്നൊരു പരിപാടിയുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഉണ്ടോ? അത് കുറവാ. പക്ഷെ പൊങ്ങിയിട്ടുണ്ട്. മറ്റേ വണ്ടി, പഴയ വണ്ടി പൊങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ അമ്മമാര് ലോഡ് കയറ്റി കഴിയുമ്പോ പോകാതിരിക്കുക. ആപ്പയിലൊക്കെ പിന്നെ കോമൺ ആയിട്ട് ഇച്ചിരി സാധനം കയറുമ്പോ തന്നെ ഫസ്റ്റ് ഒരു ഗിയർ ഇട്ട് എടുക്കുമ്പോ തന്നെ പൊങ്ങുന്ന സ്വഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആപ്പ ഓട്ടോറിക്ഷയിൽ ഇപ്പൊ അധികം ആൾക്കാർ അങ്ങനെ എടുക്കാത്തത്. അറിയാം. അതേപോലെ നമ്മുടെ റെയിൽവേ ക്രോസിലൊക്കെ കയറുമ്പോൾ ലോഡായിട്ട് പുറത്തൊക്കെ ഇരിക്കുമ്പോൾ നിർത്തിയിട്ട് കയറ്റം കയറുമ്പോൾ ഉറപ്പായിട്ടും പൊങ്ങും ആ വണ്ടി. എത്ര പയ്യായിട്ട് എടുക്കാൻ നോക്കിയാലും വണ്ടി പൊങ്ങിപ്പോവും. അത് ആ അപ്പ കമ്പനിയിലുള്ള ഒരു പോരായ്മ. അതിന്റെ ചെയ്സൊക്കെ വെച്ചുള്ള
ഭയങ്കര പോരായ്മയാണ്. പക്ഷെ ഈ വണ്ടിക്ക് അങ്ങനെ ഉള്ള വിഷയമില്ല സത്യം പറഞ്ഞ അല്ലേ. ഇതിനെപ്പറ്റി എല്ലാവരും പറയുന്ന കാര്യം ഫ്രണ്ട് പൊങ്ങുന്ന പരിപാടി വളരെ വളരെ കുറവാന്ന് പറഞ്ഞു. അങ്ങനെ പൊങ്ങത്തില്ലെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ലോഡിരിക്കുവാണെങ്കിൽ വണ്ടി ഇരുന്നേ പോകത്തുള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഷോക്ക് മറ്റേ വണ്ടി പോലെ അങ്ങനെ കംപ്ലൈൻറ്റ് അങ്ങനെ കാണിക്കത്തില്ല. ഇപ്പം ഈ വണ്ടിക്ക് ഇപ്പോൾ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ പുഷും അടിക്കാനായിട്ടുണ്ടല്ലേ. അതുപോലെ സൈറ്റ് വർക്കിലെ വണ്ടി ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ കിടന്ന് ഓടുന്ന വണ്ടി ആയതുകൊണ്ട് വരുന്നതാണ്. അത് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ പമ്പി കയറ്റി എണ്ണ അടിക്കുകയാണ്. വണ്ടി അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ നാസിം പറയുന്നത് ഓടിച്ചിട്ട് ഫ്രണ്ടിൽ ഈ ഷോക്ക് അബ്സറിൻ്റെ അവിടെ നിന്ന് എന്തോ ചെറിയ മിസ്സിങ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നും പുഷ് അടിക്കാൻ ടൈം ആയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട്. അല്ലാതെ വണ്ടി ഓടിച്ചിട്ടൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറ് തന്നെയാണ്. ഇപ്പോൾ ഞാനും നാസിമും കൊണ്ട് വണ്ടി ഓടിച്ചു മാറി തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാനും പണി കഴിഞ്ഞിട്ട് വന്നതാണ്. നാസിമിൻ്റെ ആയിട്ടുള്ള സൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നാസിമും വന്നത്. ഇത് നമുക്കിപ്പം അടിച്ചാ അപ്പം യാത്ര വീണ്ടും മുന്നോട്ട്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഫ്രണ്ടിലായിട്ട് തന്നെ വരുന്നല്ലേ. മറ്റേതിൻ്റെ ഒക്കെ വരുന്ന പഴയതിൻ്റെ പുറയിലല്ലേ വരുന്നത്. പോവാം. വണ്ടിയുടെ അങ്ങനെ നമ്മൾ ആലപ്പുഴ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ടോളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. എറണാകുളം ടോളിലോട്ട് കയറുകയെന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ടോൾ പാസ് ഒന്നും എടുക്കണ്ട, ഓട്ടോറിക്ഷ ആയില്ലേ, അതുകൊണ്ട് കയറി പോവാം നിസ്സാരമായിട്ട്. അമ്മാരി കട്ടറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മതി. വണ്ടി വന്നു കഴിഞ്ഞാൽ നടുപൊടി ചെയ്യാൻ വേണ്ടി കൊണ്ട് വെച്ചിരിക്കുക. അല്ല മാറ്റിക്കോളും വേണ്ട. അങ്ങ് ഭയം ഒരുക്കണം. നമ്മുടെ വണ്ടി കാണുമ്പോൾ മാറ്റി തന്നോളൂ, അല്ലെങ്കിൽ ശരിയാക്കും അവന്മാര്. അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-14 കിലോമീറ്റർ എല്ലാം, 13 കിലോമീറ്റർ എല്ലാം കാണും ഇവിടുന്ന്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം. ആ ഡിമ്മി കത്തുന്നത് എന്തോന്ന് അറിയത്തില്ലല്ലേ. കമ്പനി പോയപ്പോൾ എന്തോ പറഞ്ഞത്, കമ്പനി പോയപ്പോൾ എന്താ പറഞ്ഞ വണ്ടിക്ക് ആണല്ലേ. കറക്റ്റായിട്ട് എനിക്കും അറിയത്തില്ല എന്താ അങ്ങനെ സെൻസർ വണ്ടിയായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തിൻ്റെ പോരായ്മയാണെന്ന്. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ കേട്ടോ അതിനെപ്പറ്റി. എന്താണ് അതങ്ങനെ കാണിക്കുന്നതെന്ന്. വാണിംഗ് ലൈറ്റ് എന്തിൻ്റെ വാണിങ്ങിനാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന വേറെയുള്ള ആൾക്കാർ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുമോ കേട്ടോ. അതെന്താ സംഭവം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. എറണാകുളത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന ഡ്യൂട്ടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുത്തിട്ടില്ല. വണ്ടി ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് വണ്ടി കയറ്റേണ്ടത്. സാധനം കയറ്റേണ്ടത്, അലമാരി കയറ്റേണ്ടത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നേരെ വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് നേരെ ഇനി ആലപ്പുഴയിലേക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചേർത്തലായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവുക. സമയം ഇപ്പോൾ 12 മണിയായി. നേരെ വീട്ടിൽ പോവുക, കിടക്കുക. എപ്പോഴത്തെ പോലെ ഓട്ടം. നേരെ വീഡിയോ പിടിക്കാൻ പറ്റുന്നത്. വീഡിയോ എടുത്ത് ഒരുപാട് നേരം സമയം കളയുന്നില്ല. കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്ടോ എല്ലാം കഴിഞ്ഞോട് വന്നിട്ടുണ്ട്. മുടുക്കം കുട്ടനാണ് നമ്മുടെ വണ്ടി. വന്നപ്പോഴാണ് കണ്ടത് ഈ രണ്ടവന്മാർ അവിടെ കിടന്ന് എന്ത് കാണിക്കുന്നത്. ഒരു തുണി കഷ്ണം കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളിക്കുകയാണ്. ഒരുത്തിന് കിട്ടി കേട്ടാ. അപ്പോൾ ഇനി വീഡിയോ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ പോകണം. ഇനി അടുത്ത വിശേഷം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരും.